ദൈവവിരുദ്ധനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹമായ വന്ദനത്തെ അറിയിക്കുന്നു. I bring greetings to you in the matchless name of our Lord and Savior Jesus Christ, whom we believe is going to come soon. എന്റെയും സഹോദരന്റെയും വന്ദനത്തെ അറിയിക്കുന്നു. And I would like to give you greetings from my side and from Pastor Sam. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Let us turn our attention to the Word of God. ഞാൻ എന്റെ ഇന്ന് ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ധ്യാനിച്ചപ്പോൾ ഇരുന്ന് തന്ന ഒരു മെസ്സേജിൽ നിന്ന് കഴിഞ്ഞ ഫ്രൈഡേ അതിനെ ടേൺ ചെയ്യുവാൻ ദൈവം ഇടയായി. And as I was meditating the Word of God, the message that the Lord had given me, but this Friday, the Lord enabled me, the Lord made me to change that topic, to make a turn. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആ ദൈവം തന്ന മെസ്സേജ് ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. And if so, then I would like to transfer that message that Lord has given to me and to you. ദൈവം തന്നത് കൈമാറിയിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. And I would want to give that message to you, and I would like to sit down. ഞാൻ മെസ്സേജിന് ഇപ്രകാരം ടൈറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, Be strong in the grace. And I would like to title my message, Be strong in the grace. ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ്, and before we come to the topic, ഇവിടെ കൂടുതൽ ഇരിക്കുന്നത് പാരന്റ്സ് ആണ്. And the people that are seated over here are parents. പിള്ളേരെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. And the children are in Sunday school and they are only coming now. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പിള്ളേരായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. But we remember that when we were in our childhood. നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് നമ്മൾ തിരിച്ചു പോകാം. And if we look back to our childhood, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വീക്ക് ആണെങ്കിൽ നമ്മുടെ പാരന്റ്സ് എന്ത് ചെയ്യുമായിരുന്നു? And if we wanted something or if we were weak in certain things in our life, what would our parents do? നമുക്ക് വേണമെന്നുണ്ടെങ്കിലല്ല, നമ്മൾ ഒരു കാര്യത്തിൽ വീക്കാണ്, നമ്മൾ ശാരീരികമായി വീക്കാണ്, അല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തിയില്ല, നമ്മളൊരു വീക്കാണ് എന്ന് നമ്മുടെ പാരന്റ്സ് മനസ്സിലാക്കുമ്പോൾ അവർ എന്ത് ചെയ്യുമായിരുന്നു? So if the question is like, if our parents would understand that we are weak in certain areas, maybe physically we are weak, then what would our parents do? നമുക്ക് മക്കളുണ്ട്, നമ്മുടെ മക്കൾ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യമില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? And we are also parents, we've got children. If our children, you find that they are not that strong, they are weak physically, what would you do? അവര് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പിന്നെ നമ്മളത് അവരങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുമോ? Would we say that let them just continue like that? They are like that, so let them just continue to be what they are. അങ്ങനെ വിചാരിക്കുന്ന മക്കൾ യഥാർത്ഥ പാരന്റ്സ് ആണോ? And if we think like that for our children, are we really true parents? അല്ല. And we are not. നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മൾ വീക്ക് ആയിരുന്ന മേഖലകളിൽ പാരന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്ത മേഖലകളുണ്ട്. And as we were a child, our parents have encouraged us, they have strengthened us, they have boosted us so that we can come out of those weaknesses. ഭക്ഷണത്തിന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഭക്ഷണം തന്നെ ബൂസ്റ്റ് ചെയ്യും. And if it is a deficiency because of the food, then they have given us enough food so that we can be strong. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പല മേഖലകളുണ്ട്. There are many areas that we go through in our lives. നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഒരു കാര്യം കൂടെ പറയാം. And if we have children, we would understand quickly. I will say one more thing. അവര് നല്ല ആരോഗ്യമുണ്ടെന്ന് കാണിക്കാനായിട്ട് അവരെന്ത് ചെയ്യും? അവർ ഒരു ഹെവി തിങ് ആണെന്ന് അവർക്ക് വിചാരിക്കുന്ന സാധനം ഒരു അപ്പ ഐ ആം സ്ട്രോങ് എന്ന് പറയും. What the children would do is, in order to make us believe that they are strong, they will try and pick up a very heavy object that they can and then make us believe that, see, Appa, see, I am so strong. ഞാൻ ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആരോഗ്യമുണ്ടെന്ന് കാണിക്കാൻ ഡാഡി പൊക്കുന്ന അതിന്റെ അത്ര വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ പൊക്കി നോക്കി എനിക്ക് ആരോഗ്യമുണ്ടെന്ന് പറയാറുണ്ട്. And when I was a child, I remember that in front of my parents, my mom and dad, the things that my dad would pick, I would go and try to pick the same heavy object to show them that, see, I am strong. അന്ന് എനിക്ക് ആകെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പൈതലായിരുന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു ചിന്ത സ്ട്രോങ് ആകേണ്ടത് ശാരീരികമായി മാത്രമാണ്. And when I was a child, the only thought that I had in my mind was that the strength or being strong is only physically. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് ശാരീരികമായി മാത്രമാണോ സ്ട്രോങ് ആകേണ്ടത്? Can I ask you a question? Does strength only comes physically? ആണോ? Is that what we want? Is അത് it? കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ മനസ്സിലാവും ശരീരത്തിൽ സ്ട്രോങ് ആയിക്കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. And as we grow up, we come to understand that being strong in body is just not enough. മനസ്സിൽ ഒരു ധൈര്യം വേണം. But we should be strong in our hearts and our mind. ഹല്ലേലൂയ. വലിയ മസിലെല്ലാം ഉണ്ടെങ്കിലും ഒരു എലിയെ പേടിയാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു. Imagine that if you have got great muscles, but then if you are afraid of a rat, then how it would be.
ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. Can you imagine that? അപ്പം ധൈര്യം അല്ലെങ്കിൽ സ്ട്രോങ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം, അത് മാത്രമല്ല നമ്മുടെ ആത്മാവിലും ഉണ്ടാകേണ്ടത് ആവശ്യം. So courage and that strongness, it should just not be there in the body, but it should also be there in our spirit, in our mind. എന്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ കടന്നു വരിക. Let me come back to my subject. 2 Timothy 2 verse 1. 2 Timothy chapter 2 verses 1. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. Thou therefore, my son, be strong in the grace that is in Jesus Christ. ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോയിട്ട് ഈ വാക്യത്തിലേക്ക് കടന്നു വരാം. Let us go to the background and we'll come back to the verse. 2 തീമോത്തിയോസ് എഴുതുന്നത് പൗലോസാണ്. And 2 Timothy has been written by Saint Paul. അതായത് പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമോത്തിയോസിന് എഴുതുന്ന രണ്ടാമത്തെ ലേഖനമാണ്, അല്ലെങ്കിൽ പൗലോസ് ഏറ്റവും അവസാനമായി എഴുതിയ ലേഖനം കൂടിയാണ്. Paul writes this letter to his adopted son as Timothy, or we can also say that this was the last letter that was written by Paul. റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് AD 67 രക്തസാക്ഷിത്വം വരിക്കുന്നതിന് അല്പനാളുകൾക്ക് മുമ്പ് പൗലോസ് എഴുതിയതായി നമുക്ക് ചരിത്രം പഠിക്കുന്ന കാണാം. And in history we can read that in AD 67, before Paul was given to death, he wrote these letters. 1 തീമോത്തി, തീത്തോസ് എന്നീ ലേഖനങ്ങൾ കാരാഗൃഹത്തിൽ നിന്നും മോചിതനായതിനു ശേഷം, ആദ്യ കാരാഗൃഹ വാസത്തിന് ശേഷം മോചിതനായതിനു ശേഷം എഴുതിയതാണ് 1 തീമോത്തി, തീത്തോസ് എന്നീ ലേഖനങ്ങൾ. And 1 Timothy and the book of Titus has been written after he came out of his first imprisonment. ആ പുറത്തു വന്ന ലേഖനങ്ങൾ എഴുതിയതിനു ശേഷം, and after he wrote these letters, after he came out of those imprisonment, പിന്നീട് നീറോ ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം അഴിച്ചുവിടുകയും, and after that when King Nero he started to persecute the Christians at those times, പൗലോസ് വീണ്ടും തടവിലാകുകയും ചെയ്തു. and Paul was again imprisoned. അവിടെ വെച്ചാണ് പൗലോസ് ഈ രണ്ടാമത്തെ ലേഖനം എഴുതുന്നത്. And it is there where he wrote 2 Timothy. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ there's a difference. When he wrote 1 Timothy, തടവിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കുന്ന പൗലോസാണ് അവിടെയുള്ളത്. and we can see a Paul who is expecting to be free from imprisonment. ഒന്നാമത്തെ തടവ് എന്ന് പറയുന്നത് ഭവന വീട്ടുതടങ്കലിലായിരുന്നു. And the first imprisonment was when he was captured within his own house. അതായത് ആ വീട്ടുതടങ്കലിൽ സന്ദർശകരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. So what it means was that the guests or people can come in to see him. എന്നാൽ 5-6 വർഷങ്ങൾ കഴിഞ്ഞ് AD 66-67 ആകുമ്പോഴേക്കും രണ്ടാം പ്രാവശ്യം തണുത്ത കാരാഗൃഹത്തിൽ ചങ്ങലയാൽ മോചനത്തിന് പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന പൗലോസ് നമുക്ക് കാണാൻ കഴിയും. And later in AD 66-67 we can see a Paul who has been imprisoned in cold, and here he is being chained, and we see Paul there. അവിടെ ക്രിസ്ത്യാനി എന്ന പേര് പറയുന്ന എല്ലാവരെയും പീഡിപ്പിക്കുന്ന അവസ്ഥ. And it was a situation when anybody who was called a Christian was persecuted. പീഡനം ഭയന്ന് മറ്റുള്ളവർ തന്നെ ഉപേക്ഷിച്ചപ്പോൾ വേഗത്തിൽ തന്റെ അടുത്ത് വരുവാൻ പൗലോസ് തീമോത്തിയോസിന് എഴുതുന്നതായി കാണാം. And we can see in these letters when the persecution has increased and when the own people were forsaking a people because they were Christians, Paul writes this letter asking Timothy to come back as soon as possible. മരണത്തിന് മുമ്പ് റോമിലെ തീമോത്തിയോസ് എത്തിയോ എന്ന കാര്യം അജ്ഞാതമാണ്. But we do not know before Paul died did Timothy reach Rome. പൗലോസ് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല, രക്തസാക്ഷിയായി തീർന്നു എന്ന ചരിത്രം നമുക്ക് കാണാൻ പറ്റും. And we know that he was not freed, but rather he died for Christ. തണുത്ത കാരാഗൃഹത്തിൽ ചങ്ങലയാൽ പുതപ്പ് പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരു പൗലോസ്. And Paul, who is now being imprisoned in this cold prison, and he's been chained, there. പ്രതീക്ഷകളൊന്നുമില്ല. He has no hope there. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു തീയുണ്ട്. But he has a fire within. ആ തീ കൈമാറണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. And he wishes, his desire is that he wants to transfer this fire to someone else. തന്റെ അന്ത്യമാഗതമായി എന്ന് മനസ്സിലാക്കിയ പൗലോസ് തന്റെ മേലുള്ള അഭിഷേകത്തിന് ശുശ്രൂഷയുടെ പുതപ്പ് തീമോത്തിയോസിന് കൈമാറുവാൻ ആ വെമ്പൽ കൊള്ളുകയാണ്. And we can see here when Paul understood that his end or his death is coming near, he wanted to transfer that fire, that the desire of the ministry that he had to Timothy. അങ്ങനെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ലേഖനത്തെ പഠിക്കേണ്ടത്. So this is the background where we stand, and we keeping that background in mind we should study this book.
തീമോഥെയോസിനെ കുറിച്ച് ദൈവിക പദ്ധതി ഉണ്ട് എന്ന് പൗലോസിന് അറിയാം. Paul knows that there is a great God's plan for Timothy's life. കഴിഞ്ഞ മാസം ഞാൻ ദൈവവചനത്തിൽ സംസാരിച്ചപ്പോൾ ഭയം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്ന് നാം പഠിച്ചു. And last month when I spoke from the word of God, I said that fear does not come from God. അതും 2 തീമോത്തി തന്നെ എടുത്തു. And that topic was also taken from 2 Timothy. ഏത് ചാപ്റ്റർ ആയിരുന്നു ഇത് വാക്യം വരുന്നത് വല്ല ഓർമ്മയുണ്ടോ? Do you remember which chapter, which verse it was? ഒന്നാം ചാപ്റ്റർ ആയിരുന്നു. It was chapter 1. ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം പകർന്നത്. And here in chapter 1 we see that it is not the spirit of fear that has been given to you. കാരണം അവിടെ ഞാൻ ആ വാക്യം തിരിച്ചെടുക്കുന്നില്ല. ഞാൻ ആ ഭാഗം പറഞ്ഞു പോയത് ഭയത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ പൗലോസ് കണ്ടുകൊണ്ട് തീമോഥെയോസിനെ എൻകറേജ് ചെയ്യുകയാണ്. And why I mentioned this is because in chapter 1 Paul sees there are things that are that would be fearful, but looking at that Paul writes to Timothy that God has not given you a spirit of fear. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. And in coming to chapter 2 it is the first verse that we read. കൃപയാൽ ശക്തിപ്പെടുക. And it says that be strong in grace. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ കൃപയുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. And before coming there, let me talk about grace. ബൈബിളിലെ എല്ലാ ആശയങ്ങളും നമ്മുടെ ജീവിതത്തെ ദിനംപ്രതി മനസ്സിലാക്കുവാനും അത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാനും കൃപ വളരെ പ്രധാനപ്പെട്ടതാണ്. And each and everything that you read in the word of God in the Bible, it has to be implemented in your life, and in order to do that, grace is important. 10 പ്രാവശ്യം ബൈബിൾ വായിച്ചു എങ്കിലും Even if you have read the Bible 10 times, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് സംസാരിക്കാൻ നീ വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇത് സ്റ്റോറി ആയിട്ട് നിനക്ക് തോന്നാവുള്ളൂ. but unless and until you submit yourself unto the grace of God, to the Holy Spirit in making you understand what you have read, it would just be a mere story for you. പക്ഷേ ഞാനും നാം ദൈവത്തിന്റെ തൃക്കരത്തിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നാം വായിക്കുന്ന ഓരോ വാക്യങ്ങളും ജീവനുള്ളതായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. But you and me, when we sit in the presence of the Lord and when we ask the Lord to speak to us, then each and every word that we read becomes a living word in our lives. ആ ദൈവത്തിന്റെ മുമ്പാകെ അപ്പ ഞാൻ ഒന്നുമില്ല എന്നോട് സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ അവൻ സംസാരിക്കാൻ തയ്യാറാണ്. And when we come to the Lord and when you submit and you say that Lord, I am nothing, but please speak to me, he starts speaking to you. അങ്ങനെയെങ്കിൽ നമ്മുടെ ബുദ്ധി എടുത്ത് സൈഡിലോട്ട് എടുത്ത് മാറ്റി വെച്ച് നമ്മുടെ കണക്കുകൂട്ടലുകൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുക അപ്പ എന്നോട് സംസാരിക്കുക. And if that's so, then let us just keep aside all our prejudices, all our calculations and our biases, and submit ourselves and ask our God to speak to us today. 50 പ്രാവശ്യം വായിച്ച ഒരു വാക്യമായിരിക്കും, പക്ഷേ നീ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴോട് പ്രാർത്ഥിച്ച് ആ വാക്യത്തിന് മുമ്പാകെ വീണ്ടും വരുമ്പോൾ ദൈവം നിന്നോട് വീണ്ടും സംസാരിക്കും. You may have read a word 50 times, but when you pray to the Lord and come in His presence, that same word in midst of your troubles and your problems will speak to you. വചനത്തിന്റെ ശക്തി എന്ന് And പറയുന്നത് that is the power of the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തോളം തന്നെയാണ്. And the word of God, the power that is in it is equal to the power that God has. റീമയായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലോഗോസായി ദൈവം തന്നിരിക്കുന്ന ഈ വചനം റീമയായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. And shall we submit ourselves? It is important because the word that is the logos shall come in our lives like a rhema, and then it will deliver us. ഈ വചനം എന്റെ വാഗ്ദത്തമാണോ? അതെ, എന്റെ വാഗ്ദത്തമാണ്. And if the question is this word of God a promise in my life, then the answer is yes, it is a promise. വചനം നാം വായിക്കുമ്പോൾ അതിലെ ഓരോ വാക്കുകൾ എന്നോട് സംസാരിക്കുന്നത് നിനക്ക് തോന്നുന്നെങ്കിൽ അത് നീ കരം വെച്ച് അത് ഏറ്റെടുക്കുക. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കണമെന്ന് പറയുന്നത് നിന്നോടാണ് എങ്കിൽ നീ അത് ഏറ്റെടുക്കുക. അത് അങ്ങനെ തന്നെയാണ്. And if you read a word and if you feel that this word is talking to me, then it is definitely talking to me. If you read that no harm shall fall on my household, then it shall not happen. Hallelujah. അത് നീ ഏറ്റെടുക്കുന്നെങ്കിൽ അത് നിന്നോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നെങ്കിൽ അവിടെ ദൈവത്തിന്റെ കവറേജ് ഇറങ്ങി വരിക. And as long as you take those words and you believe that it's a promise for you, that is when you shall see deliverance. ഏത് വാക്യം എടുത്താലും അങ്ങനെ തന്നെ. And no matter what verse you take, it is the same like that. ദൈവത്തിന്റെ കൃപ വേണം നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ. So what I said is that you need God's grace in order to understand the word of God. ദൈവത്തിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. And it is by grace alone that we are saved. രക്ഷിക്കപ്പെട്ട കൃപയിൽ മാത്രം നിൽക്കുകയല്ല, കൃപയിൽ നാം
നാം വളരേണ്ടത് ആവശ്യമാണെന്ന് And കാണാം. in the word of God, we see that we've been saved in grace, but grace alone is not enough. You need to grow daily in grace. 2 Peter 3 verse 18. And 2 Peter chapter 3 verses 18. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. But grow in grace and in the knowledge of our Lord and Savior Jesus Christ. We need to grow in grace. So we need to grow in grace. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ അല്ലെങ്കിൽ ആ തുടക്കത്തിലുള്ള കൃപയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ആ ദൈവം തന്ന ആ കൃപയിൽ നിൽക്കുകയല്ല, ദൈവത്തിന്റെ കൃപ കൂടുതൽ രുചിച്ചറിഞ്ഞ് അതിനൊന്ന് വളരേണ്ടത് അത് ദൈവം ആഗ്രഹിക്കുന്നു. What God desires is not just for us to stand in the grace that we received once when we were saved, but to grow daily in that grace. ദൈവത്തിന്റെ കൃപ അവനെ സേവിക്കുവാൻ നമ്മെ പര്യാപ്തമാക്കും. And this God's grace motivates us to serve Him. 1 Corinthians 15 verse 10. 1 Corinthians chapter 15 verses 10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. But by the grace of God I am what I am. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതില്ല. And His grace which was bestowed upon me was not in vain. ഇത് ശ്രദ്ധിക്കണം നിന്നട്ടെ. And shall we concentrate here? ഞാൻ നിന്നതല്ല, ദൈവത്തിന്റെ കൃപയാണ് എന്നെ നിർത്തിയത്. And it's not by my own might, but it's God's grace that has made me to stand. മാത്രമല്ല ദൈവത്തിന്റെ കൃപയുണ്ട്, അത് എന്നിലേക്ക് വരുമ്പോ അത് വ്യർത്ഥമല്ല. And not only that, when the grace of God comes upon me, when it is bestowed upon me, it is not in vain. What does that mean? എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. What does this mean when he says that the grace that was bestowed upon me was not in vain? നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന കൃപ വ്യർത്ഥമാക്കുവാൻ പലപ്പോഴും നമുക്ക് പറ്റും, അതാണ് അതിന്റെ അർത്ഥം. What it means is that the grace that is bestowed upon us, we can or it can be put into vain. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ കൃപ വ്യർത്ഥമാകരുതെന്നാണ്. And that is what Lord desires, that the grace that has been bestowed, it should not go in vain. അതുകൊണ്ട് അങ്ങനെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയിൽ ദൈവത്തിന്റെ വചനത്തെ അവകാശം പറയുന്നെങ്കിൽ ആ വചനം ഹല്ലേലൂയയായി നിന്റെ ജീവിതത്തിൽ ദൈവശക്തിയായി വ്യാപരിക്കുവാൻ മതിയായതാണ്. And if so, then if you submit yourself in that grace and the word that the Lord gives you, then it shall become a revelation in your life. ഇവിടെ പറയുന്നു അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു, പക്ഷെ എന്നെ അങ്ങ് പൊക്കുന്നില്ല, പിന്നെ താഴുക. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയാണ്. But I labored more abundantly than they all. But he humbles and he says, yet not, but the grace of God was with me. നമുക്ക് അവന്റെ കൃപയിൽ നിന്ന് ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? Are we able to submitting ourselves to the grace? എല്ലാ കാര്യത്തിലും അവന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? In everything that we do, are we able to surrender ourselves to the grace of God? അങ്ങനെയെങ്കിൽ ദൈവം അതിൽ സന്തോഷിക്കുകയാണ്. And if that's so, then the Lord pleases Him. ദൈവം തരുന്ന കൃപയൊന്നും വ്യർത്ഥമായി പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. What the Lord desires is that the grace that is bestowed upon you, it should not go in vain. 2 Corinthians 15:9-10 വാക്യങ്ങൾ. And 2 Corinthians 12, 9 and 10. Chapter 12 verses 9 and 10. നമുക്കൊരു ബലഹീനമായ ഒരു അവസ്ഥയുണ്ട് എങ്കിൽ ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് ദൈവത്തിന്റെ കൃപ. And what it says here, that if we have those circumstances where we are weak, then God's grace is sufficient, for His strength is made perfect in our weakness. വീക്കായവരെ സാധാരണ ലോകം അംഗീകരിക്കാറില്ല, സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ കഴിവില്ലെന്ന് പറഞ്ഞു. And those people, those who are weak, the society do not accept them, but instead they take them away, they forsake them. ദൈവം പറയുക, നിനക്ക് കഴിവില്ല, നീ എൻ്റെ അടുത്ത് വാ, ഞാൻ നിന്നെ ശക്തീകരിക്കാം. But the Lord says that if you consider yourself weak, then come to me, because I will strengthen you. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കൈയേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. And therefore I take pleasure in infirmities, in reproaches, in necessities, in persecutions, in distresses for Christ's sake.
അവ ക്രിസ്തുവിന് വേണ്ടിയായി സഹിക്കുന്നത്. And why is he bearing all this for Christ? ക്രിസ്തുവിന് വേണ്ടി നാം നിന്ന് സഹിക്കുന്നെങ്കിൽ, കയ്യേറ്റം സഹിക്കുന്നെങ്കിൽ, ബുദ്ധിമുട്ട് സഹിക്കുന്നെങ്കിൽ, ഉപദ്രവം സഹിക്കുന്നെങ്കിൽ, ഞെരുക്കം സഹിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, ദൈവം പ്രസാദിക്കുക, ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടാകും. The word of God says, for if you bear all that, if you suffer all that for Christ, then the Lord pleases you and the Lord would honor you. ബലഹീനനായിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവത്തിനടുത്തേക്ക് ഓടിച്ചെല്ലുക. പിറുപിറുത്ത് മാറി നിൽക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് എന്നെ സഹായിപ്പാൻ അവന് കഴിയുമെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുക. അവൻ നിന്നെ ശക്തീകരിക്കുവാൻ മതിയായവനാണ്. And when you're weak, when you're needy, it's not that you would just turn your back and start murmuring, but to run to the throne of God, run unto him and pray and seek help. Hebrews 4:16. In Hebrews chapter 4 verses 16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലണം. Let us therefore come boldly into the grace of God, that we may obtain mercy and find grace to help in time of need. അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ പാലിക്കാൻ കടപ്പെട്ടവരാണ്. And we are responsible, accountable to obey the instructions that the government gives us. പലരും ജീപ്പിൽ വിളിക്കും, പറയും നിങ്ങളൊന്ന് സെൽഫ് ഐസൊലേറ്റ് ആകുക, നിങ്ങൾ എവിടെയും പോകണ്ട, ഇങ്ങോട്ടും വരണ്ട എന്ന് പറയും. And when we call the GP, they would tell us that you just self-isolate yourself, do not go anywhere, don't come to us as well. ദൈവത്തിന്റെ അടുത്തേക്ക് നാം ചെല്ലുമ്പോൾ ദൈവം അങ്ങനെ പറയത്തില്ല. But when we go to the Lord, he never says that. കരുണ ലഭിക്കാൻ, because so that in order we may receive mercy, ദൈവത്തിന്റെ കൃപ പ്രാപിക്കാൻ നാം ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്ത് ചെല്ലണം. so that we may find grace to help in time of need, we can boldly go unto his throne. അപ്പോൾ 1 പത്രോസ് 1:13 in 1 Peter chapter 1 verses 13, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. Therefore gird up the loins of your mind, be sober and hope to the end for the grace that is to be brought unto you at the revelation of Jesus Christ. ഈ ലോകത്തിലെ കഷ്ടതകൾ ഞൊടി നേരം കൊണ്ട് വരും. And the sufferings of this world shall go away in just a matter of time. പ്രത്യാശ നമുക്കുണ്ട്. But there is a way ahead, hope, a beyond hope that we have. രാവിലത്തെ മെസ്സേജിലെല്ലാം ദൈവം നമ്മളോട് സംസാരിച്ചു. And all the messages that were spoken this morning, the Lord was speaking അവന്റെ to us. രണ്ടാമത്തെ വരം അടുത്തിരിക്കുന്നു. His second coming is near. നമ്മുടെ പ്രത്യാശ അതാ. And that is what our hope is. അപ്പോ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകളെ പ്രാപിപ്പാൻ കൃപയില്ലാതെ നടക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നത്. And without grace you cannot be with God. Without grace you cannot receive those promises, and that is why grace is so important. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി ഉണ്ട്. അവസാനത്തെ വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22:21. And as we say this in the last chapter, Revelation 22 verses 21, we read, യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. the grace of our Lord Jesus Christ be with you all. Amen. അപ്പോൾ അതായത് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് സുപ്രധാനമായ ഒരു ആശയമാണ്. And what it means is that the grace of God is a very superior thought. അങ്ങനെ സുപ്രധാനമായ കാര്യമായതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതാണ് പിശാചിന്റെ മെയിൻ പരിപാടി. And because this grace is so important, that is why the devil plays tricks unto us to confuse us in that matter. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ കൃപ എന്ന് പറയുന്ന ഈ ആശയം, ഗ്രേസ് എന്ന് പറയുന്ന ആശയത്തിന്റെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പിശാച് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And because of this, the grace that has been spoken to us, that thought that this evil one is working overtime to confuse us. എല്ലാ മതങ്ങളും രക്ഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവൃത്തിയിലൂടെയാണ്, അല്ലെങ്കിൽ താൻ പാതി അങ്ങനെയും ബൈബിളിൽ ഇല്ലാത്ത കാര്യമാട്ടോ. And all the religions, when they talk about salvation, they talk about either the works of man solely, or as we have heard in Malayalam, that 50% is your work and 50% leave it to God. അപ്പോൾ ഇത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ മനസ്സിന്റെ ഉള്ളിൽ കയറി കൂടിയിരിക്കുകയാണ്. And the same thought is somewhere there within the hearts and minds of people, believers, those who are saved. രണ്ട് രീതിയിലാണ് വിശ്വാസ സമൂഹം കൃപയെ അപ്രോച്ച് ചെയ്യുന്നത്. And it is in two ways that the believers, that our community approaches grace. രണ്ട് രീതി എന്ന് പറയുന്നത് രണ്ട് റോങ് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. So what I mean is the two wrong ways how we approach grace. അതായത് എനിക്ക് കൃപയുണ്ട് എന്ന് പറഞ്ഞ്
പാപങ്ങളെ വളർത്തുന്ന ഒരവസ്ഥ. So there is a situation when people would think that I have been given grace so I can continue sinning. രണ്ടാമതെന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ലൈസൻസ്, അതാ കൃപ എന്ന് പറയുന്നത്. And the second people's thoughts are that I can do anything under the sun, and that is what grace means to them. ഇങ്ങനെ ചിന്തിക്കുന്നവരോട് യൂദയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. 1:4 നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവായി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ. അപ്പോ ദൈവത്തിന്റെ കൃപ ഇതിനു വേണ്ടിയുള്ള ഒന്നുമല്ല. And to such thoughts, there is an answer that's been given in Jude chapter 1 verses 4, where it says, "For there are certain men crept in unaware who were before of old ordained to this condemnation, ungodly men, turning the grace of God into lasciviousness and denying the only Lord God and our Lord Jesus Christ." Amen. Hallelujah. ദൈവത്തിന്റെ കൃപ ഒരു വളരെ പ്രധാനമായ ആശയമാണ്. It is God's grace is a very important concept. ഇതനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം. And the major accountability or responsibility of a believer's life is to live accordingly. പൗലോസ് തിമോത്തിയെ എന്റെ മകനെ, എന്റെ കുട്ടിയെ, അല്ലെങ്കിൽ മൈ ചൈൽഡ് എന്ന് പറഞ്ഞ് വിളിക്ക് അഭിസംബോധന ചെയ്യുമ്പോൾ, and when Paul addresses Timothy as my son or my child, മാനുഷികമായി ഇവിടെ പറയുന്നത് നിന്റെ രക്ഷയ്ക്ക് ഞാനും കൂടെ ഒരു മുഖാന്തരമാണ്. and what it means in human terms is that to remember that there is a part of me as well in your salvation. മാത്രമല്ല നിന്റെ ആത്മീക പിതാവ് ഞാനാണെന്ന് ആ വിളിയിലുണ്ട്. And when he calls him as his child, what it means is that remember that I am your spiritual father. ഞാൻ നിന്റെ ആത്മീക പിതാവായതുകൊണ്ട് എനിക്ക് നിന്നോട് അത്രത്തോളം സ്നേഹമുണ്ടെന്നാണ് അടുത്ത അതിന്റെ അർത്ഥം. And the second meaning that it would show is because I am your spiritual father, that much of love I am bestowing upon you. അപ്പോൾ ദൈവത്തിന്റെ കൃപയിൽ നാം വളരുവാൻ, ദൈവത്തിന്റെ കൃപയെ അല്ലെങ്കിൽ മാനുഷിക യോഗ്യതയെ മലിനപ്പെടുത്തുവാനുള്ള ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതൊന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് പൗലോസ് അവിടെ തിമോഥെയോസിനോട് ചെയ്യുന്നത്. So what Paul is doing is he's reminding Timothy, and he's making sure that Timothy would understand the tricks and plans that Satan is playing to cast him away or take him away from this concept of grace, and that is why Paul writes this letter. And he says that be strong in the grace of God. നിങ്ങൾ കൃപയിൽ വ്യക്തത നിനക്കുണ്ടാകണം. എന്താണ് കൃപ എന്ന് നീ മനസ്സിലാക്കി അതിൽ ഒരു വ്യക്തത നിനക്കുണ്ടാകണം. അങ്ങനെ സുവിശേഷത്തിൽ നീ ഒന്ന് ഉറച്ചു നിൽക്കണം. And also he says that you must be very clear about this concept of grace and stand firmly for the gospel of God. Hallelujah. നമുക്കറിയുന്നത് പോലെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ആണ് പൗലോസ് വന്നത്, അല്ലേ? And as we know that Paul came from the background of Jew. അല്ലേ? അപ്പോ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഇവർ വിടുന്നില്ല. ഇവർ പുറകെ നടന്ന് കൃപയിലൊക്കെ രക്ഷിക്കപ്പെട്ടു, പക്ഷേ ചില കാര്യങ്ങളൂടെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. And even though he has come out of that Jewish background, but these people are still following the Jewish people, and they keep saying to Paul that it is true that you've been saved by grace, but there are some more things that you need to do. നമ്മുടെ ഇടയിൽ അങ്ങനെയല്ല, ഏതെങ്കിലും ഉപദേശം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം അവരെ. And if even in midst of us, if there are people who come with these doctrines or concepts, then be very careful. Hallelujah. ദൈവത്തിന്റെ കൃപ അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനൊപ്പം ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. The Lord's grace is one thing alone, and there is nothing that you need to add into it. യഹൂദന്മാർ കടന്നു പറയാ, നിങ്ങളെ കൃപയാലൊക്കെ രക്ഷിക്കപ്പെട്ട് സംഭവിച്ചു. The Jewish people say that we can accept that you've been saved by grace. പക്ഷേ മോശ പറഞ്ഞ ആ പരിച്ഛേദനയും കൂടെ ചെയ്യണില്ല. But they say that what about the circumcision that Moses asked us to do? പിതാക്കന്മാർ പറഞ്ഞല്ലേ, പിതാക്കന്മാർ ചെയ്തതല്ലേ? Our forefathers told us, our forefathers did it. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു വരുന്നതിനെ അവിടെ ഹല്ലേലൂയ പൗലോസ് അവിടെ ഖണ്ഡിക്കുന്നതായി കാണാൻ കഴിയും. And here we can see that when people came to Paul with this concept, we can see that Paul is rebuking them. ഇങ്ങനെയുള്ള ഉപദേശത്തെ തിരുത്താൻ വേണ്ടി ഗലാത്യർക്ക് അദ്ദേഹം ലേഖനം എഴുതുകയാണ്. And in order to correct these errors, he writes a letter to the Galatians. ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെ ഒന്ന് വായിക്കാം. In Galatians chapter 1 verses 6 to 9. അപ്പോൾ ഈ ഉപദേശം കേൾക്കുമ്പോൾ ശരിയാണല്ലോ, എങ്ങനെ ഈ പിതാക്കന്മാര് പറഞ്ഞ മോശയോട് പറഞ്ഞത് ഇല്ലേ, അത് നമ്മളും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കുറെ പേര് എന്നാ പിന്നെ ശരിയാണെന്ന് അവരുടെ കൂടെ കൂടി. And when they heard about these concepts about the circumcision and what Moses had said, people were also confused. They felt it was right. Should we not be doing it?
അതുകൊണ്ട് ആ ഹൃദയ വേദന കൊണ്ട് പറയുന്ന വരികളാണ് അവിടെ കാണുന്നത്. And out of this a pain within him, Paul writes these letters. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:6, 7, 8, 9. Galatians chapter 1 verses 6 to 9. ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. I marvel that ye are so soon removed from him that called you into the grace of Christ unto another gospel. Another gospel എന്ന് പറയുന്ന ഈ ഉപദേശത്തെ കുറിച്ചാണ്. And here another gospel has been referred to, this new concept that has been യേശുവേ എന്നെ രക്ഷിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എനിക്ക് വിടുതലുണ്ടെന്ന് പറഞ്ഞു വന്ന നമ്മുടെ ഇടയിൽ, and people, those who came unto the Christ asking him that we have got salvation in you, ദൈവത്തിന്റെ രക്ഷയെ കുറച്ച് കാണിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയുടെ ഉപദേശം വരുന്നെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. we need to be careful if there is any such concept or doctrines that comes between in midst of us that would lower the value, that would lower the price that Jesus paid for us. ഹൃദയവേദനയോടെ പറയും, നിങ്ങൾ എങ്ങനെ എത്ര വേഗത്തിൽ അത് മറിഞ്ഞു പോയത് നിങ്ങൾ. And here Paul is in grief. He says that how quickly have you turned away from that gospel. അവിടെ ആശ്ചര്യം കൂടി അവിടെ കാണുന്നു. And we also say that he's amazed. സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇത് കഴിയും? Here Paul says that I marvel that you have been so removed from him. വായിച്ചാട്ടെ. ആ ആ ആ ആ ആ ആ ആമേൻ. അങ്ങനെ പറഞ്ഞ ആ ഉപദേശത്തെ അവിടെ കണ്ടുകയും, and speaking these verses, he rebuked that thought, the doctrine that came into the people. പ്രിയ ദൈവജനമേ, ഒരു പൈതലിനെ പോലെ ദൈവത്തിന്റെ അടുത്തേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. The word of God says that come unto his throne, come unto the Lord as a child. പൈതലോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കണ്ണുടച്ച് വിശ്വസിക്കുക. When you say something to children, they would just believe us blindly. അല്ലെങ്കിൽ അതുപോലെ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം. അതിന്റെ അർത്ഥം എന്തോ? And that is why Jesus said that do not stop the children. ദൈവം എന്ത് പറഞ്ഞാലും കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കണം. And what does this mean? Because whatever Lord asks you, believe with blindly with all your heart. വചനം എന്ത് പറഞ്ഞാലും കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കണം. And whatever the word of God says unto you, believe it blindly. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. And if so, then you shall see the work of God in your life. കഴിവിൽ നാം ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയെ അവിടെ മാറ്റി വെക്കുക. And then if you trust in your own might and challenge, then God's grace will step aside. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നത് സംഭവിച്ചെന്ന് പറയുന്നത് നീ ദൈവത്തിന്റെ കൃപയെ ചെറുതാക്കുകയാണ്. And when you boast about the things that you have done and achieved, then you are making God's grace smaller. നമ്മുടെ ഇടയിൽ സാധാരണ കാണുന്നത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ 21 കൊണ്ട് എനിക്കിത് വന്നേ തീർന്നോടെ ദൈവത്തിന്റെ കൃപയെ അവിടെ സെപ്പറേറ്റ് ചെയ്യുക, നിന്റെ ഫാസ്റ്റിംഗ് കൊണ്ടാണ് നീ നേടിയെന്നോടെ പറയുക. അങ്ങനെ പറയരുതെന്ന് ദൈവം ആഗ്രഹിക്കുക. And even in midst of us, I want to say that people would boast about that, oh, I sat for 21 days fasting and that is why I have achieved it. When you say that, you have made the grace of God smaller. ഉപവാസം ഇരിക്കണം, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മക്കള് ദൈവജനം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം, അത് ശരിയാണ്, അത് ചെയ്തിരിക്കണം. പക്ഷെ എനിക്ക് ലഭിച്ചത് ഇന്നതുകൊണ്ടാണ് എന്ന് നാം പറയരുത്. ദൈവത്തിന്റെ കൃപയിലേക്ക് ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. God's children should sit in fasting. You should go and seek the face of the Lord. I'm not saying you shouldn't do it, but when you boast about that I have achieved it because of the fasting, then you are lowering the value, the price of the grace that God has given us. പാപത്തെ പേറി The Jesus Christ who died for us on the Calvary. അവസാനത്തുള്ളി ചോര വരെയും നമ്മുടെ വിടുതലിന് വേണ്ടി തന്നു. And when he shed even his last drop of blood for our salvation. പോലെ അടിച്ചു കീറിയപ്പോഴും അവൻ പറയുക, യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുക, അത് നിന്റെ സൗഖ്യമാണെന്ന് നീ വിളിച്ചു പറഞ്ഞ് ആ സൗഖ്യത്തെ നിനക്ക് തരുമ്പോ പറയുക, നാം പറയും എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇതുപോലെ നടക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. And when he was hit badly, when he was brutally hurt for our salvation, when in Isaiah it says that he was broken so that it may bring healing to our sicknesses, but we turn our backs and we say, I just want to live my life this way. നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയിൽ നാം ആശ്രയിക്കുന്നെങ്കിൽ അവന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകും. And it is not because of our works, but if you trust and believe and find assurance in the grace alone, that is where you shall see the deliverance. ഞാൻ പറയട്ടെ, ഒറ്റൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു പോകാം. I just want to quickly give you one example. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 21ാം നൂറ്റാണ്ടിലാണ്. We live in the 21st century.
ടെക്നോളജി വൈസിൽ ഭയങ്കര ഹൈക്കാണ്. And we have been really soaring high in the technology field. സയന്റിഫിക് ആയിട്ടും സയൻസ് പരമായി എല്ലാം നമ്മൾ ടോപ്പിലാണ്. And we have been really on top of the scientific field or anything that you can talk of. നമ്മളെ 3 മാസമായിട്ട് കാണുന്നു ഒരു സാധനത്തെ നിയന്ത്രിക്കാനോ അതിനെതിരെ ഒന്നും മരുന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. But you can see that since the past weeks or the months, that one small thing we have not been able to contain, to control or do anything about it. നമ്മൾ എത്ര വലുതാണെന്ന് പറഞ്ഞാലും അതൊക്കെ ഇത്രേ ഉള്ളൂ. No matter how big you claim or boast about yourself, this is it. അധികാരമുണ്ട്. But you have an authority. ഇന്നിന്റെ അധികാരം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ കടന്നു വന്ന് അത് നിവർത്തിക്കുകയാണ്. But when you choose to use that authority that the Lord has given you, that is when the angels shall come down and protect you. The death of angel may go, but if you'll cover your family and yourself in the blood of the Lamb, then the death of angel shall pass you. And that is a complete trust that you shall have. And in a Christian life, it is not possible to not trust in the grace, not to trust in the Lord. It's not possible. Hallelujah. 2 തിമോത്തിയിലേക്ക് വരികയാണ്. 2 Timothy. 2:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിർത്തി വായിക്കുന്നു. Chapter 2 verses 1 to 7. കാരണം ഈ കൃപ നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നമ്മിലൂടെ വ്യാപരിക്കും. And because when this grace comes into us, then it flows through us onto other people. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വന്നാൽ അത് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഫ്ലോ ചെയ്യും, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും, അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കും. Do you understand that when the grace comes into your life, then it flows through our life, it starts influencing other people, it starts to attract people to Christ. Hallelujah. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. And that is what God wants us. 2 Timothy 2 verse 1 to 7. You then, my son, be strong in the grace that is in Christ Jesus, and the things you have heard me say in the presence of many witnesses, entrust to reliable people who will also be qualified to teach others. Join with me in suffering like a good soldier of Christ Jesus. No one serving as a soldier gets entangled in civilian affairs, but rather tries to please his commanding officer. Similarly, anyone who competes as an athlete does not receive the victor's crown except by competing according to the rules. The hardworking farmer should be the first to receive a share of the crops. Reflect on what I am saying, for the Lord will give you insight into all this. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, and as I said before, ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? മക്കള് വീക്ക് ആണെങ്കിൽ പിതാക്കന്മാര് സ്ട്രെങ്തൻ ചെയ്യും. And as I said in the beginning, that if our children are weak, then the parents, they strengthen them up. ആത്മീക പിതാവായ പൗലോസ് തീമോഥെയോസിനോട് പറയുക, നീ ഭാരപ്പെടില്ല, നീ ദൈവത്തിന്റെ കൃപയിൽ നീ ശക്തിപ്പെടും. And here the spiritual father Paul is asking Timothy that do not be afraid, do not dismay, be strong in the grace of Jesus Christ. ഈ കൃപയിൽ ശക്തിപ്പെടാതിരിക്കും നിനക്കെതിരെ ആരെങ്കിലും കുത്തുവാക്ക് പറയുമെന്ന്, ആരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, നീ പീഡനങ്ങൾ വരുമ്പോൾ നീ ഭാരപ്പെടും, അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കൃപയിൽ ഒന്ന് ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. And why he says that is because if you do not strengthen yourself in the grace of God, then when problems come and there will be persecutions, if someone would speak something ill against you, then you will not be able to withstand, because it is only grace that would help you to recover from all of that. പലപ്പോഴും പറയുന്നുണ്ട്, എന്നെ കുറിച്ചോ ഞാൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ടോ ഈ പീഡനം നടക്കുന്നത് കൊണ്ടൊന്നും നീ ലജ്ജിക്കരുത്, നീ ഭാരപ്പെടരുത്, ദൈവത്തിന്റെ കൃപയിൽ നീ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നിനക്കൊരു വിക്ടോറിയസ് ലൈഫ് ഉണ്ട്, ഒരു വിക്ടോറിയസ് ശുശ്രൂഷ ഉണ്ടെന്ന് പറയുന്നുണ്ട്. And Paul many times have said to Timothy that if people say anything about me directly or indirectly, do not be ashamed of me, do not be ashamed of the gospel that I preach.
നമുക്ക് ജീവിതത്തിൽ പല സിറ്റുവേഷനിലൂടെ കടന്നു പോയേക്കാം. There may be many situations or circumstances that പല we undergo. പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ നാം അനുഭവിക്കുന്നെങ്കിൽ And in the name of Christ's sake, there may be many sufferings that we endure. ഭാരപ്പെടേണ്ട കേട്ടോ. Do not worry, do not be ഒരു burdened. വലിയ ലക്ഷ്യത്തിനായി It is for a big motive. കഷ്ടങ്ങൾ അനുഭവിക്കുന്ന 3 പേരുടെ എക്സാമ്പിൾസ് അവിടെ കാണുന്നുണ്ട്. And here we can see the examples of 3 people, those who suffer. ഒന്ന് First. പടചേർത്തവൻ, പട്ടാളക്കാരൻ. And here we see that the soldier. 2 Second, അത്ലറ്റ്. an athlete. 3 കൃഷിക്കാരൻ. And third, the ഈ farmer. എക്സാമ്പിൾസ് എല്ലാം വെച്ചിട്ട് പറയുകയാണ് ഒരു ലക്ഷ്യമുണ്ട് അവർക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നത്തെ അവർ നോക്കുന്നില്ല, ആ ലക്ഷ്യം പ്രാപിക്കാൻ അവർ നോക്കുന്നത്. And here keep giving these people as examples. There he said that they have a goal and they've kept that goal as their target, and that is why they do not worry. ഈ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം സംസാരിച്ച ചില കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. And as I read these verses, there were some thoughts that God spoke to me, and I would like to share it with എന്റെ you. മകനെ ക്രിസ്തുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. You then, my son, be strong in the grace that is in Christ Jesus. അപ്പോ ഈ ദൈവത്തിന്റെ കൃപയാൽ ശക്തിപ്പെടുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലൂടെ ഫ്ലോ ചെയ്യുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And what the Lord intends is that when we strengthen in the grace of God, then the Lord's work shall flow through our lives. അതിന് 1-2 വാക്ക് രണ്ടാമത്തെ വാക്കോട് ചേർത്ത് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. And we would understand that when we read the verses 1 and 2 together. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. And the things you have heard me say in the presence of many witnesses, entrust to reliable people who will also be qualified to teach others. ശ്രദ്ധിക്കണേ, Please pay attention. ഇത് ആരാ പറയുന്നത്? പൗലോസ് പറയുന്നു, തീമോഥെയോസിനോട് പറയുന്നു. And Paul is saying these verses to Timothy. അപ്പോ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് മറ്റുള്ളവരോട് പറയണമെന്നുള്ള ഒരു ആഹ്വാനം അവിടെ കാണുന്നു. And here we see that what Paul is doing is he's commanding Timothy that go and speak the word of God to എന്നോട് others. കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുക. And whatever you've learned or heard from me, go and teach other people. ശ്രദ്ധിച്ചിരിക്കണം. So pay attention, ഇവിടെ please. പൗലോസ് പറയുന്നത് എന്റെ പ്രസംഗം നീ കോപ്പി അടിക്കുക, അതാണോ? Is Paul asking Timothy to copy the preaching? ചിന്തിക്കാൻ വേണ്ടി പറയുക. പൗലോസ് അവിടെ പറയുന്നത് നീ പല സാക്ഷികളുടെ മുമ്പായി എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അപ്പോ എന്നിൽ നിന്ന് കേട്ടതെല്ലാം പ്രസംഗം കോപ്പി അടിച്ച് പോയി പറയാനാണോ? So did Paul mean that whatever you've heard from me, just copy and say to other people? ഒരു എന്താ പറയുക, ഡിബേറ്റിന് വേണ്ടി ഞാൻ സമ്മതിക്കാം, അങ്ങനെയാണെന്ന് വെച്ചു. For a debate, I can agree that okay, even if it is that so. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, But to pay attention more here, പൗലോസിന്റെ പ്രസംഗത്തിന്റെ പിതൃത്വം പൗലോസ് ഏറ്റെടുക്കുന്നില്ല. but he does not take the patency of his own preaching. മനസ്സിലാവുന്നുണ്ടോ? Do you understand? ദൈവവചനം നിന്ന് പറയുമ്പോൾ അത് പൗലോസ് പറഞ്ഞതായിട്ട് പൗലോസ് ഏറ്റെടുത്ത് പറയുന്നില്ല. പിതൃത്വം എന്റെ ആ പ്രസംഗം, അത് എന്റെ പ്രസംഗമാണ് പൗലോസ് പറയുന്നില്ല. And Paul, when he says about the word of God that he has preached, he does not want to take the patency of his own ദൈവത്തിന്റെ preaching. വചനമാണെന്ന് പറയുന്നത്. But he says that it is the word of God. എന്നെ ദൈവം ഒരു എന്താ പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. But it is only that the Lord used me as an instrument for those words. ദൈവജനമേ, ദൈവം നമ്മളെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ നാം കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരോട് പറയാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യും. My dear children of God, when we hear the word of God and we being as instruments, the Lord then gives us this message that go and teach and preach to other people. പൗലോസ് പോലും തന്റെ പ്രസംഗത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, If even Paul, when he does not take the patency or the ownership of his preachings, patency അതാണ് കറക്റ്റ് വേർഡ്. patency എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. So what patency means is that you cannot copy it. അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ പലരും patencyയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമുക്കറിയാം. And there are many people who work in it, so we know. നമുക്ക് ദൈവം അങ്ങനെ patency അങ്ങനെയല്ല വന്നിരിക്കുന്നത്. But the Lord has not given us such a patency. ഇതിന്റെ patency എല്ലാം ദൈവത്തിന്റെ. Because this all belongs to the Lord alone. ഈ വചനം എല്ലാം ദൈവത്തിന്റെ. This word belongs to God alone. എന്നിലൂടെ ദൈവം എന്നിലൂടെ ഒന്ന് പുറത്തു വരുവാൻ ദൈവം അനുവദിക്കുന്നു, അത്രേ ഉള്ളൂ. But it is only that the God is allowing that it should come out of me as an instrument. അതുകൊണ്ടാണ് ഈ വചനത്തിന്റെ ശക്തി ഒട്ടും കുറയാത്തത്. And that is why that the power or the strength of this word does
does not become weak. ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പിലൂടെ ടാങ്കിലെ വെള്ളം വരുന്നത് പോലെ നമ്മളുടെ ദൈവത്തിന്റെ വചനം ഫ്ലോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. And as the pipes are connected in the tank and the water flows through these pipes, then this word, when it comes out to us, that is when it shall be a blessing for us. ജനത്തോട് ദൈവം ഓർപ്പിക്കുക, നാം അറിയുന്ന സത്യം, നാം അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരോട് പറയാൻ മടി കാണിക്കരുത്. Here the Lord is reminding us, He's exhorting us that this joy that you enjoy, the freedom that you have in Christ, do not be hesitant in sharing that. Being strong means to impart the word. വചനം പറയുന്നതിന് പകർന്നു നൽകുവാൻ നാം ശക്തരാകണം. Being strong means to impart the word. ഹല്ലേലൂയ. രണ്ടാമത്, ക്രിസ്തുവിനായി പ്രയാസങ്ങൾ സഹിക്കുവാൻ നാം ശക്തരാകണം. Being strong means to endure hardship. അതാണ് മൂന്നാമത്തെ വാക്യം കാണുന്നത്. That is what we see in verse 3. യേശുക്രിസ്തുവിന്റെ നല്ല ഫലനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. Join with me in suffering like a good soldier of Christ Jesus. ശ്രദ്ധിക്കണം, അതിനകത്ത് ഒരു ഭയങ്കര വലിയ കാര്യം കിടപ്പുണ്ട്. Pay attention, there is a very important message here. യേശുക്രിസ്തുവിന്റെ നല്ല ഫലനായി നീ പോയി കഷ്ടം സഹിക്കാനാണോ അവിടെ പറയുന്നത്? Does he say that like a good soldier for Jesus Christ to go and suffer? ഇന്ന് പലരും പറയുന്നത് നടക്കും അതാ. That is what many people preach today. പക്ഷേ ദൈവം പോലും സ്ഥലമല്ല പറയും, നീ എന്നോട് കൂടെ, അതായത് ഞാൻ കടന്നു പോയതാ, എനിക്കറിയാം, നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. But here Paul says that join with me in the suffering. I've been through it. I know it. So join with me. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം, ദൈവം ജനമേ, നമുക്ക് പോയി മറ്റുള്ളവരോട് പറയണം, ഞാൻ അനുഭവിച്ച ദൈവസ്നേഹമുണ്ടല്ലോ, അതാ ഞാൻ പറയുന്നത്. And that is then we need to, we should be able to say and exhort other people that the joy, the freedom that I have enjoyed, come with me to this. കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ദൈവം ചെയ്യാതിരുന്നിട്ടുണ്ടോ? If you look into the past year, has God not done even a single miracle in your life? ഒരു 6 മാസം എടുത്താട്ടെ, പോട്ടെ 2 മാസം, പോട്ടെ ഒരാഴ്ച, കഴിഞ്ഞ ആഴ്ച ദൈവത്തിന്റെ അത്ഭുതം കണ്ടതല്ലേ? Take 6 months or 2 months, or let's just take a week before. Has God not done deeds in your life? And people, those who believe that I have got up today this morning because of God's grace alone. Do not be hesitant, do not be ashamed of saying that it is God alone that makes me to enjoy this freedom. പല പടന്മാരുണ്ട്, അവിടെ പറയുന്നുണ്ട് നല്ല രീതിയിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യണം എന്ന് പറയുന്നത്. There may be many soldiers, but it says that join with me in suffering like a good soldier. Do ministry, work for the Lord like a good soldier. പലപ്പോഴും പാസ്റ്റർ പറയാറുള്ളത് പോലെ, ആടുകൾ പ്രസവിക്കുന്ന ഇടയനല്ലെന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ ദൈവത്തിനു വേണ്ടി നേടുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. And as pastor many times he says that it is the sheep that gives a birth, it is not the shepherd. So we also need to take those responsibilities in sharing the word of God. ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന വചനത്തെ ഇംപ്ലിമെന്റ് ചെയ്യുക, നമ്മുടെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നത് മതിയാക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. Implement the word of God that you read, take it as promises, and the things that you cannot do it, entrust it, give it to the Lord. ഒറ്റപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. There may be situations where you are left alone. പരിഹസിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. There may be situations where people mock at you. ഭീഷണി ഉണ്ടാകാം. There may be threats. ദേഹോപദ്രവം ഉണ്ടാകാം. You may be persecuted. പക്ഷേ യേശുക്രിസ്തുവിന്റെ നിമിത്തമാണ് നീ അത് അനുഭവിക്കുന്നതെങ്കിൽ നിനക്കൊരു കിരീടം അവൻ വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുകയാണ്. But if you suffer all this in Christ's sake, then there is a promise that you definitely have a throne in heaven. So be strong. Crown in heaven, sorry. അതുകൊണ്ട് നീ സ്ട്രോങ് ആകണം. That is why be strong. നിന്നെ കാണുന്ന ഒരുവനുണ്ട്. There is one who sees you. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. And he shall definitely come down to deliver you. ചൂളയിലൂടെ കടന്നുപോയാൽ നിന്നെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല, അവൻ മൂന്നാമനായി ഇറങ്ങി വരുന്നവനാണ്. And even when you go through the fiery furnace, he shall not leave you alone. He shall come down as the third person in fire. Even though you are put in the lion's den. അവിടെയും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. And we can see that even there the Lord's presence was there. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഒന്ന്, be strong means to impart the word. വചനം പകർന്നു നൽകാൻ നാം ശക്തരാകണം. 2, ക്രിസ്തുവിനായി പ്രയാസങ്ങൾ സഹിക്കാൻ നാം ശക്തരാകണം. So the first point was be strong so that we may impart the word. The second is be strong. Be strong means that we have to endure the hardships. Hallelujah, hallelujah. മൂന്നാമത്, നമ്മുടെ കമാൻഡറെ പ്രീതിപ്പെടുത്തുന്നതിൽ നാം ശക്തരാകണം. And being strong means to please our commander. 4ാമത്തെ വാക്യം, verses 4.
പടയേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. No one serving as a soldier gets entangled in civilian affairs, but rather tries to please his commanding officer. അതിനൊരു മർമ്മമുണ്ട്. So there is a revelation there. എല്ലാരെയും ഒന്നും പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. Our desire or the target of our life is not to please everyone. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയാം, കുറച്ച് കട്ടിയാണെന്ന് തോന്നിയേക്കാം, പക്ഷെ ഞാനങ്ങ് പറയുന്നത് ദൈവം അങ്ങനെ പറയുന്നത് എല്ലാവരെയും ഒന്നും പ്രസാദിപ്പിക്കല് നടക്കത്തില്ല. Do you understand what I say? It is hard, I understand, but you cannot please everyone and anyone. പക്ഷെ പടചേർത്തവനെ നീ മറക്കരുത്. But do not forget the one of commanding officer. അവന് പ്രസാദകരമായ പ്രവൃത്തിയായിരിക്കണം ചെയ്യുന്നത്. But anything that you do, it should be pleasing to him. കാരണം അവനാ നിന്നെ വില കൊടുത്തു വാങ്ങിയത്. Because it is him alone who paid the price for you. അവൻ നിന്നെ കരുതുവാൻ മതിയായവനാ. And he is enough to take care of you. സന്തോഷത്തിൽ ആരാധന തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് യുദ്ധമുണ്ട്, എല്ലാം ശരിയാ, പക്ഷേ വിക്ടറി നമ്മുടേതാണ്. And as Santosh said, that there is a warfare, we are in a warfare, but the victory is ours. കാരണം എന്താണെന്നറിയാമോ? ജയവീരനായ ജയാളിയായ കർത്താവ് നമ്മുടെ മുമ്പേ പോകുന്നത് കൊണ്ട് ജയം നമ്മുടെ അവകാശമാണ്. And the reason is because we are at the victorious side, because our commanding officer is Jesus Christ who walks before us and he is victorious. പലതും ഫെയിലാകും, മെഡിസിൻ ഫെയിലാകും, പലതും ഫെയിലാകും, പക്ഷേ ഫെയിലാകാത്തതൊന്നുണ്ട്. ദൈവത്തിന്റെ വചനം ഒരിക്കലും ഫെയിലായി കണ്ടിട്ടില്ല. Many things may fail, medicine may fail, science may fail, but there is one thing that shall not fail, and it is the word of God. അങ്ങനെയെങ്കിൽ ആ ഫെയിലാകാത്ത ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണോ? And if so, then are you ready to submit yourself and to trust in the word of God? And he is able to transform you. Are you able to trust in him? ആരൊക്കെ സന്തോഷിച്ചാലും ഇന്നു മുതൽ പറയണം, എന്റെ അപ്പനെ, എന്റെ പടചേർത്തവനെ ഞാൻ സന്തോഷിപ്പിക്കുന്നവനാണ്. And no matter you are able to please anyone or everyone, then but your target should be to please the commanding officer of your life. അപ്പോൾ നമ്മൾ ഓടിച്ചു പോകിയ വചനം പകർന്നു നൽകാൻ നാം ശക്തരാകേണ്ടത് ആവശ്യമാണ്. It is important to be strong to impart the word. രണ്ടാമത് ക്രിസ്തുവിനായി പ്രയാസങ്ങൾ സഹിക്കാൻ നാം ശക്തരാകേണ്ടതാണ്. It is important that we need to be strong so that we may endure hardships. മൂന്നാമത് കമാൻഡറെ, നമ്മളെ പടചേർത്തവനെ പ്രീതിപ്പെടുത്തുവാൻ നാം ശക്തരാകേണ്ടതാണ്. And it is important that we are strong in order to please the commanding officer. ഒരു പടയാളിയെ ചേർത്തിട്ട് പടയാളി പറയും എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് വല്ല നടക്കുമോ? If a commanding officer recruits a soldier and if the soldier says that I am scared, will that work? നടക്കോ ഇല്ലയോ? Tell me, will that work? അങ്ങനെ എനിക്ക് പേടിയാ നമുക്ക് പറയാൻ പറ്റുമോ? And if that's so, can you say that I am scared, I have fear? ഹല്ലേലൂയ. കാരണം എന്താ? ചേർത്തവനുണ്ട്, അവന്റെ കയ്യിലെ സകല കൺട്രോളും. Because the reason is that there is a one who has taken you, recruited you. He's got all the control. പലപ്പോഴും നാം പറയാറുണ്ട് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി കേട്ടോ എന്ന് പറയും. And many times you would say that, oh, things have slipped off my hand. ഡോക്ടർ ചിലപ്പോൾ ഒന്ന് പറയും ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയും. Doctors may come and say that, oh, there is nothing more that we can do. അങ്ങനെ പല ഹോസ്പിറ്റലും 4 ഹോസ്പിറ്റലിൽ മാറി നോക്കിയിട്ട് പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, വീട്ടിൽ കൊണ്ടേ കിടത്തിക്കോളാ പറഞ്ഞു, ഇനി മരണമാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്നും ദൈവം കരം പിടിച്ച് പുറത്തു കൊണ്ടിരുന്ന് കണ്ടുകൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ദൈവം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. I have experienced, I have witnessed it with my own eyes in my life where a person was taken away from 4 hospitals and was asked to take home because there was no hope, but the Lord delivered. അതുകൊണ്ട് പറയുന്നത് നിനക്ക് എല്ലാവരും ഹോപ്പില്ലെന്ന് പറഞ്ഞാലും ഈ വചനം നിന്നോട് പറയുക നിനക്ക് ഹോപ്പുണ്ട്. ഇത് ഫെയിൽ ആകത്തില്ല. ദൈവത്തിന്റെ വചനമോ ദൈവമോ ഒരിക്കലും ഫെയിൽ ആയിട്ടില്ല. No matter there is no hope in anything in the world that you may see or that you put trust on, but this word of God is alone that shall not fail, and submit yourself to it. Verses 5. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. Similarly, anyone who competes as an athlete does not receive the victor's crown except by competing according to rules. നമ്മുടെ ജീവിതം ദൈവവചനപ്രകാരമായിരിക്കണം. Our life has to be according to the word of God. നാം നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന എല്ലാം ശരിയാണ്. It is right, it is good that you live according to rules. പക്ഷെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എക്സാമ്പിൾ എടുത്ത് പറയാം. അല്ലെങ്കിൽ പണ്ട് നമ്മൾ കൃപയാലേക്ക് രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഇന്ന കാര്യങ്ങളോട് ചെയ്യണം, പരിശോധന ഏൽക്കണം എന്ന് പറഞ്ഞു വന്ന കൂട്ടത്തില്ല ഇപ്പം നമ്മൾ പലപ്പോഴും. And as I gave the example before, that there were days when you believed that it was grace alone for your salvation, but now you have started believing that, oh, maybe I need something to do more. Don't need to do anything. ദൈവത്തെ കണ്ടോടെ വിശ്വസിക്കണം.
Just blindly believe the And you Lord. need to declare your victory. Amen. And declare the victory in your life. നിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ആ വിക്ടറിയെ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങണം. And start declaring the victory in your life. ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നതാണോ? The Lord has made us in His own image. വലിയൊരു കാര്യം പറയാൻ പോകാം. And I'm going to say a big thing. ദൈവം ഒറ്റ വാക്കിൽ ആകാശത്തെയും സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയാണോ? It is just by one word that He made the heavens and the earth and all the creation. ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ നിനക്കുണ്ട്. So if that's so, then the one who is created in His image has got the power in him. ക്രിയേറ്റ് ചെയ്യാനും നശിപ്പിക്കാനും നിന്റെ നാവിന് അധികാരമുണ്ടെന്ന് വചനം പറയുന്നു. The word of God says, in order to create, in order to destroy, there is power and authority in your tongue. ദൈവത്തിന്റെ സ്വരൂപത്തിൽ നമ്മെ ഉണ്ടാക്കിയതുകൊണ്ടാണ്. And the reason is because we are made in His image. അപ്പോൾ നാശം വേണോ നന്മ വേണോ നാവ് തീരുമാനിക്കും. നീ തീരുമാനിച്ചോളാം ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ്. So you have to decide before you go from here whether you want blessings or whether you want. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ നീ കൽപ്പിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്യാൻ ദൂതന്മാർ ഇറങ്ങുന്നത് കാണാൻ പറ്റും. And in the name of Jesus, when you start declaring with your tongue the victory of God, the heavenly angels shall come and protect you. 91 സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട് ദൂതന്മാർ ഇറങ്ങുകയാണ് അവിടെ. And in Psalms 91 we saw that the angels came down. അങ്ങനെയെങ്കിൽ ഇന്നും ദൂതന്മാർ ഇറങ്ങുക തന്നെ ചെയ്യും. And if that's so, that even today the angels shall come down. രാജ്യത്ത് എവിടെ പോയാലും നിന്റെ ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കൂടെ ഉണ്ടാകും. No matter wherever you travel in this world, the angel of God shall be with you. നിന്റെ സഭയെ നിന്റെ കുടുംബത്തെ രാജ്യത്തെ വിടുവിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങേണ്ടതിന് ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. And let us pray so that the heavenly angels may come down to protect you, your family and your church. രക്ഷിക്കപ്പെടേണ്ടവരുടെ സേവകാത്മാക്കളായ ദൂതന്മാർ അവരെ ഇറങ്ങാൻ റെഡിയാ. പക്ഷെ നീ അധികാരത്തോടെ ഒരു വാക്ക് കൽപ്പിക്കാൻ തയ്യാറാകണം. And being believers, being saved, there are angels that minister to us and they are ready to come, but it is important that you declare it with your mouth. അപ്പോൾ ദൈവത്തിന്റെ നിയമപരമായി ദൈവം പറയുന്ന റോള് ദൈവം പറയുന്ന രീതിയിൽ നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. So it is important that we obey and we live a life according to the rules. സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് നീ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ആ താഴ്ത്തു വായിക്കുന്നില്ല. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. And Jesus said unto him, thou shalt love the Lord thy God with all thy heart, with all thy soul, with all thy mind. And this is what God wants from us. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് പകുതി ആയിരിക്കില്ല. In our Christian life, let's not just stand here and there, കണ്ണു അടച്ച് അവനെ സ്നേഹിക്കണം. but blindly let's love him. അപ്പനെ കെട്ടിപ്പിടിച്ച് പറയണേ അപ്പ ഞാൻ അങ്ങില്ലാതെ ഞാൻ എവിടെ പോകുമെന്ന് പറയണം. And let's just run to our Abba Father, hug him and say, God, I do not want to go anywhere without you. അങ്ങയുടെ കരം പിടിക്കാതെ ഞാൻ എങ്ങോട്ടും പോകുമെന്ന് പറയണം. And let us tell him that I do not want to go anywhere without holding your hand. ഒന്ന് പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിക്കാൻ നീ തുടങ്ങ്. അവൻ നിന്നെ പൂർണ്ണ മനസ്സോടെ തിരിച്ചു സ്നേഹിക്കുന്നത് കാണാൻ പറ്റും. And when you start loving your Lord with all your heart, you shall see that He does that for you as well. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And God wants you to experience it. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം പകർന്നു നൽകാൻ നാം ശക്തരാകണം. ഒന്ന്, Being strong means to impart the word. ക്രിസ്തുവിനായി പ്രയാസങ്ങൾ സഹിക്കുവാൻ നാം ശക്തരാകണം. രണ്ട്, We need to be strong to endure hardships. നമ്മെ പടചേർത്തവനെ കമാൻഡറെ പ്രീതിപ്പെടുത്തുവാൻ നാം ശക്തരാകണം. മൂന്ന്, We need to be stronger so that we may please our commanding officer. നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ ദൈവിക നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നാം ശക്തരാകണം. And we need to be strong so that we may obey the rules, the word of God. അഞ്ച്, believe in him. നമ്മൾ ശക്തരായി ദൈവത്തെ വിശ്വസിക്കണം. And we need to be strong so that we may believe Him completely. ഹല്ലേലൂയ. 6-7 വാക്യങ്ങൾ. Verses 6 and 7. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. The hardworking farmer should be the first to receive a share of the crops. Reflect on what I'm saying. അപ്പോൾ ദൈവം പറയുന്നതെല്ലാം ചിന്തിച്ച് വേണം നടക്കാൻ. So what it means that it is important to reflect on whatever He says to us. എന്ത് പറയണം അവന്റെ ബുദ്ധി നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് പറയുന്നത്. And He says that what you need to do, what you need to say, He would guide you. He will tell you. സകലത്തിൽ എന്നാണ് പറയുന്നത്. ഒന്ന് വായിച്ചത്. സകലത്തിലും നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരുവാൻ മതിയായ ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ നിന്റെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവം നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. അവനിൽ വിശ്വസിക്ക്. അവന്റെ പ്രവൃത്തി നീ കാണുക തന്നെ ചെയ്യും. And it says that for the Lord will give you insight into all this. When you start believing and trusting in Him, He shall guide you. സദൃശവാക്യങ്ങൾ 3:5-6.
സദൃശ്യവാക്യങ്ങൾ 3:5 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. Trust in the Lord with all thy heart and lean not into thy understanding. In all thy ways acknowledge him, and he shall direct thy paths. ഹല്ലേലൂയ. 1 പത്രോസ് 5:5 ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷെ ദൈവം അതാ പറയുന്നത്. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി നടക്കുവോ? നടക്കണമെന്നാ ദൈവം പറയുന്നത്. താഴ്മ ധരിച്ചുകൊള്ളുവിൻ. നടക്കുവോ? നടക്കണം. അതാ ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. Likewise, be younger, submit yourself unto the elder. All of you be subject one to another and be clothed with humility. For God resisted the proud and giveth grace to the humble. The problem arises when each one start to hold on to their own thoughts. ഇവിടെ താഴ്മ ധരിക്കാൻ പറഞ്ഞ ദൈവജനം അത് ധരിക്കുക തന്നെ ചെയ്യണം. If the Lord asks you to be humble, to be clothed with humility, you have to. വിട്ടുകൊടുക്കാൻ തയ്യാറാവണമെന്നേ. You have to be ready to നമ്മുടെ be. സഹോദരൻ ജയിക്കട്ടെ. Let our brothers win. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അവരെ വിജയിക്കട്ടെ. ദൈവം അതാ പറയുന്നേ. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകുന്നത്. Let our brothers win, and when we do that, that is when Lord pleases. That Lord would be pleased with us. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ, നിങ്ങൾ പോയി നിലവിളിച്ച് കടന്ന് കരയണമെന്നാണ് പറയുന്നത്. ഭാരപ്പെട്ട് ഓടി പോകണമെന്നാണ് പറയുന്നത്. അല്ല, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലം, ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് കീഴിൽ നീ ഒന്ന് ഇരിക്കണം. Humble yourself therefore under the mighty hand of God, that he may exalt you in നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നം കൊണ്ടുവന്ന് പിറുപിറുപ്പിടുവാൻ പിശാച് പല തന്ത്രങ്ങളും കൊണ്ടുവരും. കാരണം ആ പിറുപിറുപ്പ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും. The devil may bring many circumstances in our lives that we may start murmuring, because that murmuring shall take us away from God. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നീ പിറുപിറുക്കുന്നത് നിർത്തണം. എന്നിട്ട് പറയാൻ തുടങ്ങണം, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറയാൻ തുടങ്ങണം. And this afternoon the Lord intends to bless you, so may you stop all your murmuring and pray that you want to see his face, you want to see that deliverance. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് കീഴിൽ താഴ്ന്നിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. Casting all your care upon him, for he careth for you. കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. എത്ര പേര് നിങ്ങളുടെ ചിന്താകുലത്തെ ദൈവത്തിന് മുമ്പാകെ ഇടുവാൻ താല്പര്യം? How many of you are ready to cast all your burdens unto him? അല്ലെങ്കിൽ നാം തയ്യാറാണോ? നാം ശക്തരാകാൻ തയ്യാറാണോ? വചനം പകർന്നു നൽകാൻ ശക്തരാകാൻ തയ്യാറാണോ? Are you ready to be strong to impart the word? ദൈവത്തിന് വേണ്ടി പ്രയാസം സഹിക്കുവാൻ നാം തയ്യാറാണോ? Are we ready to endure hardships for Christ? ചോര കൊടുത്ത് വീണ്ടെടുത്ത ദൈവജനത്തെ അല്ലെങ്കിൽ കമാൻഡറെ സന്തോഷിപ്പിക്കുവാൻ നിനക്ക് തന്നെ നാം തയ്യാറാണോ? Are you ready so that you may please the officer, the commander who has paid you ദൈവം his പറയുന്നത് price? കണ്ണുമടച്ച് ദൈവിക നിയമങ്ങൾക്കനുസരിച്ച് ജീവിപ്പാൻ തയ്യാറാണോ? Are you ready to blindly obey the rules, obey the word of God? ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ തയ്യാറാണോ? Are you ready to believe in him completely? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതം ഇന്നു മുതൽ ഒരു മാറ്റം വരാൻ പോകുന്നു. And if that's so, then your life shall be changed from today onwards. ചോദ്യങ്ങൾക്കെല്ലാം നീ അതെ എന്നാണെങ്കിൽ ഇന്നു മുതൽ നിനക്കൊരു മാറ്റം വരാൻ പോകുന്നു. And if all the questions that Lord puts, if your answer is yes, then there is a transformation എല്ലാ coming. കണ്ണുകളും അടയട്ടെ. May all your eyes be closed. ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിച്ചെങ്കിൽ നിന്റെ വലം കരത്തെ നിന്റെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. And if you believe that this word has been spoken for you, to you, then may you keep your hand to your heart and pray. നീ എല്ലായിടത്തും ഇതുവരെ ഫെയിലിയേഴ്സ് മാത്രമായിരിക്കും കണ്ടത്. പക്ഷേ ഇന്നു മുതൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നീ മാറ്റപ്പെടുകയാണ്. You may have seen just failures in each and every spheres of life, but from today onwards, you're going to experience God. ദൈവജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നതാണ്. I pray and bless these people. ഹല്ലേലൂയ. ദൈവവചനത്തെ കൃത്യമായി സ്വീകരിച്ച് കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ സമർപ്പണത്തോടെ ഇരിക്കുന്ന ദൈവജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. Lord, these people, those who have believed unto this word, those who are praying unto you by keeping their right hands to their heart, God, in the name of the Son, the Father and the Spirit, I bless them. ഒരിക്കലും ഫെയിലിയർ ആകാത്ത ദൈവത്തിന്റെ ശക്തിയാൽ അവരൊന്ന് നിറയപ്പെടട്ടെ. Lord, I pray that you may fill them with the word of God that shall never fail them. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ക്രിസ്തുവിന്റെ കൃപയാൽ ശക്തിപ്പെടട്ടെ. Lord, I pray that they may be strengthened by the grace. ഇന്ന് കടന്നുപോയി ഇന്ന് കണ്ട ഇസ്രായേലിനെ ഒരിക്കലും കാണുക എന്ന് പറയുന്നത് പോലെ ഇന്ന്
പോകുന്ന ഈ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം തന്റെ മക്കൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ഇറങ്ങി വരട്ടെ. And as you said to the Egypt, Lord, that they may not see those hardships again, each and everyone who's facing those hardships, we pray, God, they may not see them anymore in their lives. പ്രത്യേകം ഞങ്ങൾ സഭയായി ഈ കടന്നു പോകുന്ന ഡിസീസിൽ അകപ്പെട്ടവരെ എല്ലാവരും ദൈവത്തിന്റെ തൃക്കരങ്ങൾ തരുന്നു. And Lord, as a church, we pray together for this pandemic that has hit the world. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലണ്ടന് വേണ്ടി, യുകെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, we pray for this country, we pray for London, we pray for UK. ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, we pray for India. ഞങ്ങൾ ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇത് കടന്നു വന്ന എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഫ്രാൻസ്, എല്ലാത്തിനും എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we pray for China, for Italy, for Spain, for all the countries, those who are suffering and going through this disease. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. And Lord, we seek your face in order to see that deliverance come into these lands. യേശുവിന്റെ നാമത്തിൽ തന്നെ. And in the name of Lord Jesus Christ. ആമേൻ. Amen. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. May the Lord bless you all. തുടർന്ന് സാക്ഷ്യ വചനത്തിന് വേണ്ടി സമയം കൊടുക്കുകയാണ്. സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് മുന്നോട്ട് ഓടി.